എല്ലാവർക്കും നമ്മുടെ മഴത്തോരും മുൻപേ സീരിയലിൻ്റെ നാളെ വരാനിരിക്കുന്ന പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു നിർത്തിയായിരുന്നു അല്ലേ, നമ്മുടെ അലീനക്കുട്ടി വീട്ടിലെത്തുകയും അതിനുശേഷം നമ്മുടെ വൈജയന്തി അലീനേനെ പണികളെല്ലാം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയും നമ്മുടെ ബാലചന്ദ്രൻ അതിനെ തടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ മെയിൻ താരം വില്ലനായ രോഹിത്തിനെ നേരിട്ട് കാണുമ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, ഈ ഒരു പ്രാവശ്യമേ നിനക്ക് വിട്ടുവീഴ്ചയുള്ളൂ, അതേ എനിക്കും പറയാനുള്ളൂ, ഒരു പ്രാവശ്യം നീ വഴുതിപ്പോയി. രോഹിത് പറയാണ്, ഇനി അടുത്ത പ്രാവശ്യം ആ തെറ്റ് പറ്റില്ല. അപ്പോൾ തിരിച്ചും നമ്മുടെ അലീന പറയുന്നുണ്ട്, അതേ എനിക്കും നിന്നോട് പറയാനുള്ളൂ, എൻ്റെ മൊബൈൽ എന്തേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നീ മാറടി എന്ന് പറഞ്ഞ്, മാറടി പുല്ലേന്ന് പറഞ്ഞിട്ട് രോഹിത് അലീനയെ തട്ടി മാറ്റിയിട്ട് കയറി പോവാണ്. അപ്പോൾ രേവതി കുട്ടീനെ വിളിച്ചിട്ട് അലീന പരാതിയും സങ്കടമൊക്കെ പറയുകയാണ്. എല്ലാവർക്കും എന്തൊക്കെയോ ചില സംശയങ്ങളൊക്കെ ഉണ്ട് മോളെ. അപ്പം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട്, അവനെന്തേ, അവനെ കണ്ടായിരുന്നോ, അവൻ എന്തെങ്കിലും മാറ്റമോ കുറ്റബോധമോ എന്തെങ്കിലും ഉണ്ടോ? അവന് ഒരു കുറ്റബോധവും ഇല്ല, അവൻ പഴയതിനെക്കാട്ടിലും ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. വിട്ടുകൊടുക്കരുത് അലീന ചേച്ചി, അവന് നല്ല താക്കീത് കൊടുക്കണം. ഒന്നുമില്ലെങ്കിലും നമ്മുടെ ബാലേന്ദ്രൻ സാർ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇനി വരാനിരിക്കുന്നത് നമ്മുടെ അലീന നമ്മുടെ മുത്തശ്ശിയുടെ ഫോൺ എടുത്തിട്ട്, അലീനയുടെ ഫോണ് കാണാനില്ല, മുത്തശ്ശിയുടെ ഫോൺ എടുക്കുകയും അതിൽ രോഹിത്തിനെ വിളിക്കുകയാണ്. എൻ്റെ മൊബൈൽ എവിടെയാണ്, ഫോൺ വെക്കരുത്, വെച്ച് കഴിഞ്ഞാൽ അച്ഛനെയും കൂട്ടി, നിൻ്റെ അച്ഛനെയും കൂട്ടി ഞാൻ മേളി വരും, നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ വാടിയെന്ന് പറയും. എനിക്ക് ധൈര്യവുമുണ്ട്, ഞാൻ വരികയും ചെയ്യും. ഉള്ളിൽ അവൻ പേടിച്ചാണെങ്കിലും അവളുടെ മുമ്പിൽ ആ പേടി കാണിക്കാണ്ട് അവൻ ഫോണിൽ സംസാരിക്കുന്ന രംഗമാണ്. അത് കഴിഞ്ഞ് നമ്മുടെ ബാലചന്ദ്രൻ അലീനയോട് ചില കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, പക്ഷെ ഒന്നിനും തക്ക മറുപടി കൊടുക്കുന്നില്ല. വ്യക്തമായ തെളിവുകൾ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ മുത്തശ്ശിയുടെ ഫോണിൽ റെക്കോർഡിംഗ് ഓൺ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ആര് സംസാരിച്ചിരുന്നാലും ആ ഫോൺ റെക്കോർഡിങ്ങിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾ പിടിച്ചെടുക്കല്ലോ. അങ്ങനെ മുത്തശ്ശിയുടെ ഫോൺ അതൊക്കെ റെഡിയാക്കി സെറ്റ് ചെയ്ത് കുറേ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാലചന്ദ്രൻ വന്ന് മുത്തശ്ശിയുടെ ഫോൺ എടുത്തിട്ട് ആ റെക്കോർഡിംഗ് ഒക്കെ കേൾക്കുകയാണ്. അപ്പോഴാണ് അലീനയും രേവതി കുട്ടിയും സംസാരിച്ച കാര്യങ്ങളൊക്കെ കേട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഞെട്ടിത്തെറിക്കുകയാണ്. കാര്യം ഇത്രയും നാളും വ്യക്തമായ തെളിവുകളില്ല. അപ്പോൾ വ്യക്തമായ തെളിവോടുകൂടിയാണ് ബാലചന്ദ്രൻ പിന്നീട് അലീനയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ മുതിരുന്നത്. അതിനിടയിൽ അലീന ഇറക്കി വിടുമെന്ന് നമ്മുടെ വൈജയന്തിയുടെ കുറേ മാസ് ഡയലോഗുകളൊക്കെ വരെയാണ്. ആ സമയത്ത് മനു അവിടെ എത്തുകയും മനു അലീനയോട് വൈജയന്തിയോട് പറയുന്നുണ്ട്, അലീനയെ ഞാനാണ് ഇവിടെ കൊണ്ടാക്കിയത്, അവൾക്ക് ഈ ഒരു അപകടം വന്നതിൽ 2 ആഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ആ റെസ്റ്റ് എന്തായാലും അവൾക്ക് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ഞാൻ അവളെ ഇവിടെ നിർത്തിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യും അപ്പോൾ എന്ന് വൈജയന്തി മനുവിനോട് ചോദിക്കുകയാണ്. അപ്പം മനു പറയും, അങ്ങനെ നിർത്താൻ നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൾ ചെയ്താൽ മതി, ഞാൻ കാറും കൊണ്ടുവന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് പറയുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ രോഹിത്ത് മേളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. അനുവിനെ കണ്ടതും ഷോക്കായിട്ട് നിന്നാലും ഉള്ളിൽ ഷോക്കായി, പക്ഷെ പുറമേ അവൻ കാണിക്കില്ല, അവൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെയാണ്. എന്നിട്ട് അവനെ കണ്ടിട്ട് ഷോക്കായിട്ട് പടി ഇറങ്ങി വരുമ്പോൾ മനു നേരിട്ട് അവനെ മുഖാമുഖം നിൽക്കുകയാണ്. എനിക്ക് നിന്നെ ഒന്ന് കാണണം, ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ മനുവേട്ടാന്ന് പറയും. ഇങ്ങനെ കണ്ടാൽ പോരാ, നിന്നെ വിശദമായി എനിക്കൊന്ന് കാണണമെന്ന് മനു രോഹിത്തിനോട് പറയുകയാണ്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞ് പോവാണ്. പോയി കഴിഞ്ഞ് ആ ഡോറ് കടന്ന് പോകുമ്പോൾ കോളേജിൽ പോവാണ്. ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് തിരിഞ്ഞൊന്നും കൂടെ മനുവിനെ നോക്കുകയാണ്. ആ നോട്ടത്തിൽ മനു അവനെ ഏത് രീതിയിലാണ് അവനെ പിടിക്കാനിരിക്കുന്നത് എന്നുള്ളത് മനുവിൻ്റെ 2 കണ്ണുകളിലുണ്ട്. അത് നമ്മുടെ രോഹിത്തിന് തെളിഞ്ഞ് മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്ന രംഗം നമ്മുടെ രേവതി കുട്ടിയുടെ സ്വന്തം അച്ഛൻ മകളെ തേടി രംഗത്തേക്ക് വരുന്ന ഒരു സീനൊക്കെയാണ് ഇനി വരുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഇനി എന്തൊക്കെയാണ് മനു രോഹിത്തിനെതിരെ ഏത് രീതിയിലാണ് തിരിയുന്നതെന്നും വൈജയന്തി എന്തൊക്കെ സത്യങ്ങളാണ്, ഞെട്ടിക്കുന്ന സത്യങ്ങളാണ് വൈജയന്തി മനസ്സിലാക്കുന്നതെന്നും നമുക്ക് നോക്കാം. അതോടൊപ്പം തന്നെ സ്വന്തം ഭാര്യയായ വൈജയന്തിയുടെ ആ അറിയാണ്ട് പോയ കുറേ നാളത്തെ കാര്യങ്ങളും ആ അവിഹിത ബന്ധം, അതിലുണ്ടായ കുഞ്ഞ്, അതിനെക്കുറിച്ചൊക്കെ വളരെ
വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരു അന്വേഷണത്തിന് ബാലചന്ദ്രൻ മുതിരുകയാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ ഒരു വൺ ട്വിസ്റ്റാണ് ഇനി നമ്മുടെ മഴ തോരും മുൻപേ സീരിയൽ വരുന്നത്. അപ്പോൾ ഓരോ ദിവസത്തെയും പ്രൊമോ വീഡിയോ നമുക്ക് നമ്മുടെ ചാനലിൽ ഉണ്ടാകും. നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യുക. നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി എല്ലാ പേരും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളൊക്കെ ഒന്ന് കൊടുത്ത് ഇനേബിൾ ചെയ്യുക. അതോടൊപ്പം ഞാൻ ഈ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൺ എന്ന ചാനലിൽ മഴ തോരും മുൻപേ, പവിത്രം, പത്തരംമാറ്റ് 3 സീരിയൽ ഏഷ്യാനെറ്റ് വരുന്ന സീരിയലിൻ്റെ പ്രൊമോ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്